മുടി വെട്ടാൻ പോയപ്പോഴാണോ ബാർബർ പറയുന്നത് ഇവിടെ ഒരു ഭാഗത്ത് മുടിയില്ലല്ലോ എന്ന്? അല്ലെങ്കിൽ താടി ട്രിം ചെയ്യുമ്പോൾ നാണയത്തിന്റെ വലുപ്പത്തിൽ ഒരു ഭാഗത്ത് രോമം ഇല്ലാത്ത പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വേദനയില്ല, വലിയ ചൊറിച്ചിലില്ല, അതുകൊണ്ട് തന്നെ പലരും ആദ്യം ഇത് ശ്രദ്ധിക്കാറുമില്ല. ഇത് പുരുഷന്മാരിൽ ഉണ്ടാവുന്ന അലോപീഷ്യ ഏരിയേറ്റ എന്ന കണ്ടീഷൻ ആവാം. ഇത് എന്താണ്, എന്തൊക്കെ ലക്ഷണങ്ങൾ നോക്കി ഇത് തിരിച്ചറിയാം, പറഞ്ഞു തരാം. അലോപീഷ്യ ഏരിയേറ്റ എന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അബദ്ധത്തിൽ ഹെയർ ഫോളിക്കിൾസിനെ ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനാണ്. പുരുഷന്മാരിൽ ഇത് തലയിൽ മാത്രമല്ല താടിയിലും ആദ്യം പ്രത്യക്ഷപ്പെടാം. നന്നായി വളർന്നിരുന്ന താടിയിൽ പെട്ടെന്ന് വട്ടത്തിലോ ഓവൽ ഷേപ്പിലോ ഒരു ഭാഗത്ത് രോമം ഇല്ലാതാകാം. ചിലപ്പോൾ ഒരു ചെറിയ ഭാഗത്ത് മാത്രം നിൽക്കും. ചിലരിൽ അടുത്തടുത്തായി പുതിയ പാച്ചസ് വരാം. തലയിൽ വരുമ്പോൾ സാധാരണ പുരുഷന്മാരിൽ കണ്ടുവരുന്ന കഷണയിൽ നിന്ന് ഇതിന് വ്യത്യാസമുണ്ട്. സാധാരണ മെയിൽ പാറ്റേൺ ഹെയർ ലോസിൽ നെറ്റിയുടെ ഇരുവശത്തുമുള്ള ഹെയർ ലൈൻ പിന്നിലേക്ക് പോവുകയോ തലയുടെ മുകൾ ഭാഗത്തെ മുടി നേർത്ത് പോവുകയോ ചെയ്യാം. ചിലരിൽ പാച്ചിനരികിൽ താഴെ നേർത്തതും മുകളിൽ കട്ടിയുമുള്ള ചെറിയ മുടികൾ കാണാം. ഇതിനെ എക്സ്ക്ലമേഷൻ മാർക്ക് ഹെയർസ് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, ഹെയർസ് വീണ്ടും വളരാൻ തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന മുടി ചിലപ്പോൾ നേർത്തതും വെളുത്തതുമായിരിക്കാം. പിന്നീട് പഴയ കട്ടിയും നിറവും ഒക്കെ വരാം. താടിയോടൊപ്പം മീശയിലോ പുരികത്തിലോ കൺപീലികളിലോ ഇങ്ങനെ ഹെയർ ലോസ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക. നഖങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചിലരിൽ നഖത്തിന് മുകളിൽ ഇതുപോലെ ചെറിയ ചെറിയ കുത്തുകൾ പോലുള്ള കുഴികൾ കാണാം. അലോപീഷ്യ ഏരിയേറ്റോടൊപ്പം ഇതുപോലുള്ള നെയിൽ ചേഞ്ചസും കാണാം. പക്ഷെ താടിയിലോ തലയിലോ പാച്ചായി മുടി പോകുന്നതുകൊണ്ട് മാത്രം അലോപീഷ്യ ആണെന്ന് തീരുമാനിക്കരുത്. ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള മറ്റ് പ്രശ്നങ്ങളിലും പാച്ചായി ഹെയർ ലോസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് ചുവപ്പ്, ചൊറിച്ചില്, പൊടി പോലെ സ്കെയിലിങ്, മുടി പൊട്ടിപ്പോകുന്ന എന്നിവ ഉണ്ടെങ്കിൽ മറ്റൊരു കാരണം ഉണ്ടോ എന്ന് പരിശോധിക്കണം. അതുകൊണ്ട് താടിയിലോ തലയിലോ പുതിയ ഹെയർലെസ് പാച്ച് കണ്ടാൽ മാസങ്ങളോളം ഓയിൽ മാറ്റി മാറ്റി പരീക്ഷിക്കരുത്. ശരിയായ ഡയഗ്നോസിസ് നേരത്തെ കിട്ടുന്നത് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്കും ഇതുപോലെ ഏതെങ്കിലും ലക്ഷണമുണ്ടോ? അലോപീഷ്യ ഏരിയേറ്റ വന്നാൽ മുടിയും താടിയിലെ രോമവും തിരികെ വളരുമോ? ഇത് എങ്ങനെയാണ് ശരിയായി ട്രീറ്റ് ചെയ്യുന്നത്? അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ആ വീഡിയോ കാണാൻ ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോളൂ. തലയിലോ താടിയിലോ ഇങ്ങനെ പാച്ച് ഉള്ള ഒരാൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യും.